അങ്ങനെ ഞാൻ ഇന്തോനേഷ്യയിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഇന്തോനേഷ്യയിൽ നാലാമത്തെ ദിവസമാണ്. പക്ഷേ ഞാൻ ഇതുവരെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഞാൻ എൻ്റെ ഗുരു എന്നെ ഡൈവിങ്ങിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച എൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ അവരെ കൂടെയാണ് ഇനി താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഗുരുവിനെ കാല് തൊട്ട് വന്നിച്ചിട്ട് വീഡിയോസ് തുടങ്ങാം. ഇത് അരി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, മാത്രമല്ല എന്നെ ഡൈവിങ് പഠിപ്പിച്ച എൻ്റെ ഗുരുവാണിത്, അരി. ഞാൻ ഫാമിലി ഫ്രണ്ടാണ്. ഇവരായിട്ട് ഞങ്ങൾ വളരെ 10 വർഷത്തിന് മേലെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. എന്തായാലും അരിയെ കാണാൻ പറ്റിയതിലൊക്കെ വളരെ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ അരീനെയും അരീൻ്റെ ഫാമിലിയൊക്കെ കണ്ട് ഞാൻ സത്യത്തിൽ ഹയാത്ത് റീജൻസിൻ്റെ അവിടെ ഒരു ബീച്ചുണ്ട്, നല്ല ഒരു അടിപൊളി ബീച്ചാണ് സനൂരിലെ. അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. പക്ഷെ നല്ല മഴ. അങ്ങനെ മോട്ടോർ ബൈക്ക് എടുത്തിട്ട് വരുമ്പോൾ മഴ പെയ്തപ്പോൾ ഞാനിവിടെ ഒരു കടയുടെ മുമ്പിൽ മോട്ടോർ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് മഴ ചോരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഷെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നത്. അപ്പോൾ പിന്നെ മഴ എന്തായാലും ചോരണമല്ലോ. അപ്പോൾ ഷെഡിലേക്ക് കയറിയപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടി. അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം. ഈ ഷെഡിലേക്ക് കയറി വരുമ്പോൾ ഇത് ശരിക്കും ഒരു ഷെഡ് തന്നെയാണ്. അതായത് ഒരു ഗാരേജിൻ്റെ, അതായത് ഒരു പഴയ വണ്ടികളെല്ലാം റിപ്പയറൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ഒരു ഗാരേജിൻ്റെ രൂപത്തിലാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് അവിടെ തന്നെ വലിയൊരു ടയറൊക്കെ വെച്ചിട്ട് ഇവിടെ ഇതുണ്ടോ, ഒരു പഴയ ബൈസിക്കിള് ഇവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ വേറൊരു ബൈസിക്കിള്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് കണ്ടോ, വോൾക്സ് വാഗൻ്റെ ഒരു പഴയ വണ്ടിയാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ സമയത്തുള്ള വണ്ടി, എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു വണ്ടി. ഒന്നൊന്നുമല്ല, ഇവിടെ കുറേ ഉണ്ട്. ഇത് നോക്ക്, ഇവിടെ വേറൊരു വണ്ടി. ഇത് കണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. പക്ഷേ ഇവിടെയുള്ള പഴയ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ക്ലാസിക്കൽ കാർസ്. ഇതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടോ, എത്ര വണ്ടികളാണ്. എന്ത് രസമുള്ള ഭംഗിയുള്ള പഴയ കാലത്തെ വണ്ടികൾ. അവിടെയൊക്കെ ചുമരിലൊക്കെ സർഫ് ബോർഡ് വെച്ചിട്ടാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഷെഡാണ്. ഇത് കണ്ടോ, വലിയൊരു ഷെഡ്. ഒരുപാട് വർഷം പഴക്കമുള്ള ക്ലാസിക്കൽ കാർസ്. അവിടെ TV വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ശബ്ദത്തിൽ ചെറിയ ഇതുണ്ടാവും. ഇവർ ഇവിടെ ലൈവ് മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് രാത്രിയിൽ ഇവിടെ ലൈവ് മ്യൂസിക് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജാണിത്. എത്ര കാലം പഴക്കമുള്ള വണ്ടികളാണ് ഇത്. നോക്ക്, ഇതൊക്കെ റോഡിൽ പണ്ട് രാജാക്കന്മാരായിട്ട് ഓടിയ വണ്ടികളാണ്. പിന്നെ നമ്മുടെ പഴയ വെസ്പ ഇല്ലേ, ഇത് കണ്ടോ, വെസ്പേൻ്റെ എത്ര മോഡലുകളാണ് ഇവിടെ ഉള്ളത്.
ഇതെന്താ സാധനം എന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്തത്. ഇതുണ്ട് ഒരു 6 ടയറുള്ള ഇതിൻ്റെ മുകളിൽ ഒരു റാന്തൽ വിളക്കൊക്കെ ഉണ്ട്. ഇത് വേറെ ഒരു വെസ്പ. ഇവരിവിടെ ഇത് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഇത് നോക്ക്, ഇതൊക്കെ എന്താണ് ഇത് സാധനം? ഇതുണ്ടോ നമ്മൾ പഴയ ബട്ടർഫ്ലൈൻ്റെ ഒരു സ്വിങ് മെഷീന്. കുറേ പഴയ സ്വിങ് മെഷീനൊക്കെ വെച്ചിട്ട് ഇതുണ്ടോ വോൾക്സ്വാഗൻ്റെ ഒരു അടിപൊളി ഒരു പഴയ വിൻറ്റേജ് കാറാ. വിൻറ്റേജ് വാൻ എന്നൊക്കെ പറയാം. ഇവിടെ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇത് കണ്ടോ, ഈ ലൈറ്റ്സൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഈ ലൈറ്റ്സൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഹെൽമെറ്റിലാണ്. പഴയ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ലൈറ്റുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഹാർലി ഡേവിഡ്സൻ്റെ ഒരു മോട്ടോർ ഇതുണ്ടാക്കിയിരിക്കുന്നത് മുളയുടെ ചില്ലികൾ വെച്ചിട്ട് മടഞ്ഞെടുത്തിരിക്കുക. എത്ര മനോഹരം അല്ലേ? അതുപോലെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് നോക്ക്, റോയൽ എൻഫീൽഡിൻ്റെ എത്ര വർഷം പഴക്കമുള്ള ബൈക്കാന്ന് നോക്ക്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ബൈക്ക് ഇവിടെ. ഇവിടെ എന്തൊക്കെയുള്ളത് പഴയ ഐറ്റംസ്. ഇത് നോക്ക്, ഓറഞ്ച് ജ്യൂസ് സ്ക്വീസ് ചെയ്യാനുള്ള ഒരു മെഷീന്, അതേപോലെ പണ്ടത്തെ കാലത്തുള്ള ഒരു വെയിങ് മെഷീൻ, പിന്നെ നമ്മൾ റെയിൽവേ പെട്ടി, ഇവിടെ ഒരു കാർ ഇരിക്കുന്നുണ്ട് മിസ്റ്റർ ബീൻ്റെ. ഇതുണ്ടോ ഈ വണ്ടിയൊക്കെ, ഈ കാറൊക്കെ എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും അല്ലേ? ഇത് നോക്ക്, എന്ത് രസമായിട്ടാണ് ഈ ഷെഡ് ചെയ്തിരിക്കുന്നത് ഇവര്. നല്ല ബിസിനസ്സും ഉണ്ട് ഇവിടെ. ഇവിടെ ഇത് നോക്ക്, ഒരു ഓട്ടോ. പിന്നെ ഇവിടെ വേറെ ഒരു ഓട്ടോ, അതിൻ്റെ മുമ്പിൽ വേറെയുണ്ട്. ഇവിടെ ഒരു ബില്യാർഡ്സിൻ്റെ ഒരു ടേബിളുണ്ട്. ഇതാണ് ഈ ഹോട്ടലിൻ്റെ പേര്, മാൻ ഷെഡ്, സനൂർ ബാലി. ഈ വണ്ടിക്കൊക്കെ എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നറിയോ? ഫിയറ്റിൻ്റെ, എനിക്ക് തോന്നുന്നത് ഫിയറ്റ് കമ്പനി തുടങ്ങിയപ്പോൾ ഉണ്ടാക്കിയ ആദ്യത്തെ വണ്ടിയായിരിക്കും ഇത്. അത്രക്കും പഴക്കമുള്ള 2 വണ്ടികൾ ഇവിടെയുണ്ട്. ഈ ഓട്ടോറിക്ഷയാണ് എനിക്ക് വളരെ, ഇത് നോക്ക് എന്ത് രസമല്ലേ ഈ ഓട്ടോറിക്ഷ. ഇത് നോക്ക്,
ഒരു മാംഗോ ജ്യൂസും പിന്നെ ചിക്കൻ ഷെൻസായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റവും ഞാനിവിടെ ഓർഡർ ചെയ്തിരുന്നു. അതാണിപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. നിങ്ങൾ സനൂരിൽ വരികയാണെങ്കിൽ ഈ ഗാരേജ് എന്തായാലും, ഈ ഒരു ഷെഡ് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. എഡിസി, ഹലോ, ഹായ്. എഡിസിക്കൊരാഗ്രഹം ഈ ഒരു പഴയ വണ്ടി ഓടിക്കാൻ വേണ്ടി, പക്ഷെ ഇത് ഓടൂല എന്തായാലും. അപ്പോൾ ഈ ഒരു പഴയ വണ്ടിയുടെ സ്റ്റെയറിങ്ങിൽ ഇരുന്നിട്ട് എഡിസിക്കൊരാഗ്രഹം ഒന്ന് വണ്ടി ഓടൂല. അങ്ങനെ എഡിസി പുറത്തേക്ക് വന്നു. ഇവളുടെ പേര് ദേവി എന്നാണ്, ദേവി ജാവയിൽ നിന്നുള്ളതാണ്. ഇവിടെ ഷെഡിൽ വന്നപ്പോൾ പരിചയപ്പെട്ടാണ്. Say hi to India. Hi, India. I love Shah Rukh Khan. ഈ ഷാറൂഖ് ഖാൻ ഇഷ്ടപ്പെടാത്ത ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തിൽ എവിടെ പോയാലും ഷാറൂഖ് ഖാൻ ഇഷ്ടം എന്ന് പറയുന്നത്. നമ്മളൊന്നും ആർക്കും ഇഷ്ടമില്ലേ. അപ്പോൾ നമ്മൾ ഈ ഷെഡിൽ എത്രയോ വർഷം, എൻ്റെ അപ്പൂപ്പൻ്റെ എല്ലാം കാലത്തുള്ളൊരു വണ്ടിയിൽ ഞാനും എഡിസിയും കൂടെ, എഡിസിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഹായ് എഡിസി. ഹായ്. ഞങ്ങൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നില്ല എന്തായാലും, കാരണം ഇത് ഇവിടുന്ന് ഓടൂല. ഇതൊക്കെ ഓടാത്ത വണ്ടികളാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇതേപോലെയുള്ള ഇത്രയും പഴയ, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ കാണാൻ നമുക്ക് കഴിയാന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയല്ലേ. എന്തായാലും ഇതിപ്പോൾ ഓടൂല, പക്ഷെ ഞാനും എഡിസിയും കൂടി ഈ വണ്ടിയിൽ നമ്മുടെ വീഡിയോക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാണ്. എന്തായാലും ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണിക്കാനും പരിചയപ്പെടുത്താനൊക്കെ കഴിയുന്നത് ഒരു സന്തോഷം തന്നെയല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എഡിസി സുമാത്രയിൽ നിന്നുള്ള ഒരു പെണ്ണാണ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പഴയ ഒരു വണ്ടിയിൽ ഇരുന്നിട്ട് എഡിസിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത് ഹാപ്പി, സന്തോഷം. ഈ ബാലിയിലുള്ള ആൾക്കാർ ഇവർ ഈ കൊത്തുപണികൾ, അതായത് മരത്തിൽ ചിത്രപ്പണികൾ, കൊത്തുപണികൾ, അതായത് കാർവിങ്, മരത്തിൽ കാർവ് ചെയ്യാൻ ഭയങ്കര അതിവിദഗ്ധരാണ്. അവർ ചെയ്തു വെച്ച ചില ഇതൊക്കെ ഞാൻ പിന്നീട് കാണിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ ഇത് കണ്ടോ, ഇതെല്ലാം ഇവിടെയുള്ള ബാലിനീസ്, ഇവരുടെ ബാലിക്കാരുടെ. വേറൊരു കാര്യം കണ്ടോ, നമ്മുടെ പണ്ടത്തെ എത്രയോ വർഷങ്ങൾ മുമ്പുള്ള ബ്രദറിൻ്റെ ഒരു പഴയ ടൈപ്പ് റൈറ്റിംഗ് മെഷീന് മരത്തിൽ കൊത്തിവെച്ചുണ്ടാക്കിയ ശില്പങ്ങൾ കണ്ടോ. ഇതൊക്കെ കാർവിംഗ് ആണ്. ഇവിടെ ഒരു മെസനൈൻ ഫ്ലോർ ഉണ്ട് മുകളിൽ. അത് കണ്ടോ, അവിടെ കുറേ മോട്ടോർ ബൈക്കുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് പോയിട്ട് കാണാം. അത് ഈ സ്റ്റെയർ കേസ് കയറിയിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഇതുണ്ട്. ഇവിടെ ഒരുപാട് ഇതേപോലെയുള്ള പഴയ ബൈസിക്കിള്, പിന്നെ സർഫ് ബോർഡ്, നമ്മൾ പഴയ എത്രയോ വർഷം പഴക്കമുള്ള ഒരു ടെലിവിഷൻ, പിന്നെ ഇതേപോലെയുള്ള കുറേ പഴയ
മോട്ടോർ ബൈക്കുകൾ. യമഹേൻ്റെ ഉണ്ട്, ഹോണ്ടേൻ്റെ ഉണ്ട്. ഇത് കണ്ട ഒരു പ്രത്യേക റെസ്റ്റോറൻ്റാണിത്. ഈ ഫാനിനൊക്കെ എത്ര വർഷം പഴക്കമുണ്ടാവും അല്ലേ? ഇത് കണ്ട, ഇതേതാ വണ്ടി? എനിക്ക് പക്ഷേ ഈ വണ്ടികളുടെ ഒന്നും ഈ സ്പെസിഫിക്കേഷനൊന്നും എനിക്കറിയില്ല, എന്തൊക്കെയാണ് എത്ര വർഷം പഴക്കമുണ്ടെന്നൊന്നും. അതിവിടെയുള്ള ഇതിൻ്റെ മാനേജർക്ക് പോലും അറിയില്ല. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ കണ്ട, ഇതാണ് റെസ്റ്റോറൻറ്റ്. അതായത് ഒരു വലിയൊരു ഗാരേജ്. അതിൽ ഇങ്ങനെ ഇവരൊരു റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ? ഇവിടെ എൻ്റെ കൂടെ ഇപ്പോൾ ദേവിയുണ്ട്. അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് മോഡലിങ് ചെയ്യാണ്. ദേവി ഇവിടെയുള്ള എല്ലാ മോട്ടോർ ബൈക്കിൻ്റെ മുകളിലും കയറി ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. അങ്ങനെ സുമാത്രയിലുള്ള ദേവി നമ്മളുടെ ചാനലിൽ വന്നു. താങ്ക് യു സോ മച്ച് ദേവി. എന്തായാലും ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇനി നമുക്ക് മറ്റുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ സനൂര്. നമ്മളിപ്പോൾ ഉള്ളത് സിന്ധു ബീച്ചിലാണ്. ഇവിടെ സനൂറിൽ സിന്ധു ബീച്ചിൽ. ഇവിടെ ഒരു ടർട്ടിൽ, അതായത് ആമകളുടെ ഒരു കൺസർവേഷൻ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അതായത് ആമകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസർവേഷൻ സെൻ്ററാണത്. നമുക്കതൊന്ന് കാണാം, ആമകളൊന്ന് കാണാം. ഇതാണ് ആ കൺസർവേഷൻ സെൻറ്റർ. അപ്പം നമുക്കിതിൻ്റെ അകത്ത് കയറിയിട്ട് ഈ ആമകളെല്ലാം ഒന്ന് കാണാം. ഇത് കണ്ടോ? ഇതിനകത്ത് വലിയ 2 ആമകളുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊന്നും പറഞ്ഞു തരാൻ ഇവിടെ ആരെയും കാണുന്നുമില്ല ഇപ്പോൾ വന്നപ്പോൾ. പക്ഷേ ഈ ആമ വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ, ഒരു റെഡിഷ് ആയിട്ടുള്ളതാണ്. അവിടെ നമ്മൾ ആദ്യം കണ്ടത് ഒരു കറുപ്പും വൈറ്റൊക്കെ കളറായിരുന്നു. ഇത് കണ്ടോ? ഇത് കുറച്ച് റെഡിഷ് ആയിട്ടുള്ളൊരു ആമയാണ്. പിന്നെ ഇതിനകത്ത് ചെറിയ ഒരു ആമയുണ്ട്, ഒരു കറുപ്പ് കളറായിട്ട്. ഇത് ചെറുതാണ്. പിന്നെ ഇതിൽ കുറേ ആമ കുഞ്ഞുങ്ങളുണ്ട്, ചെറിയ കുഞ്ഞുങ്ങൾ. ഇത് കണ്ടോ? ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ നമുക്ക് കടലിലേക്ക്, ഇവിടെ കുറേ ഉണ്ട് കണ്ടോ? ഇതിനെ ഇവിടുന്ന് വാങ്ങിയിട്ട് നമുക്ക് കടലിലേക്ക് പറഞ്ഞു വിടാൻ പറ്റും. ഇവിടെ ഇത് നോക്ക്, വേറെ ഒരെണ്ണം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ കളറ് നല്ല പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ അകത്ത് ഒരു 3-4 ആമകളുണ്ട്. ഇത് നല്ല വലിപ്പമുള്ള ആമകളാണ്. ഇത് കണ്ടോ? നല്ല വലിയ ഇത് രണ്ടും വേറെ വേറെ കളറാണ്. ഒന്ന് കറുപ്പും നല്ല ഡിസൈൻ, കാണാൻ എന്ത് രസമാണ് നമുക്ക്. അടിപൊളി. നമ്മളടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇത് കണ്ടോ? ഇത് വേറെ തന്നെ ഒരു കളറ്, നല്ല വലിപ്പമുണ്ട്. ഇത് നമ്മളടുത്ത് വന്നിട്ട് ഇങ്ങനെ കളിക്കും. ഇത്
ഇതിവിടെ സനൂർ, നിങ്ങൾ സനൂർ വരികയാണെങ്കിൽ ഇവിടെ സിന്ധു ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്. ഈ സിന്ധു ബീച്ചിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു ബീച്ചാണ്, നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ്. പക്ഷേ ഒരുപാട് നീളമുള്ളൊരു ബീച്ചൊന്നുമല്ല, പക്ഷേ നല്ല രസമുള്ളൊരു ബീച്ചാണ്. ഇവിടെ സനൂർ വരികയാണെങ്കിൽ സിന്ധു ബീച്ച് എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ഇവിടെ കുറച്ച് പേരിരുന്ന് മീൻ പിടിക്കുന്നുണ്ട്, ഇവിടെയുള്ള ലോക്കൽസ്. അവിടെ കാണുന്ന അതൊക്കെ ഫിഷിംഗ് ബോട്ടുകളാണ്. ഇവിടെ ഇതാ വേറൊരാളിരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഇപ്പുറത്ത് കുറേ ബോട്ടുകൾ, ഇതൊക്കെ ഫിഷിംഗ് ബോട്ടുകളാണ്. ഈ കാണുന്നതാണ് സിന്ധു ബീച്ച്. ഇവിടെ സിന്ധു ബീച്ചിൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള വീഡിയോസുകൾ എടുക്കാം എന്ന് കരുതി അങ്ങനെ ഞാനൊരു ക്ലബ്ബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്ലബ്ബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വന്നത്, ഞാൻ കാണിച്ചു തരാം. ഒരു കാരമൽ ലാട്ടയും ഒരു ക്ലബ്ബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. ക്ലബ്ബ് സാൻഡ്വിച്ച് ഇങ്ങനെയാണ് ഇവരിവിടെ സെർവ് ചെയ്യുന്നത്. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, കഴിച്ചു നോക്കാം, ടേസ്റ്റി ആയിരിക്കും എന്തായാലും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നല്ല കുറേ വീഡിയോസുകളുമായിട്ട് ഞാൻ ഇന്തോനേഷ്യ ബാലിയിൽ നിന്നും വരുന്നതായിരിക്കും.